അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സ്വർഗീയമായ നിഅമത്ത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനം ആ നിഅമത്ത് നിലനിൽക്കുന്നതിൽ പ്രധാനം ഭക്ഷണമാണ്. അപ്പോൾ തങ്ങൾ എനിക്കിപ്പോൾ ഒരു മെസ്സേജ് കാണിച്ചു തന്നു, സമൂസ കഴിച്ചിട്ടല്ല തിബുന്നബിയുടെ പരിപാടി. സമൂസ നല്ല ഭക്ഷണമാണ്, കഴിക്കുന്ന ആൾ ശ്രദ്ധിച്ചാൽ. അങ്ങനെ ഒരു ധാരണ ഒന്നും വേണ്ട. എണ്ണ കൊളസ്ട്രോളാന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ തങ്ങൾ എന്നോട് ചോദിച്ചു, അപ്പോൾ അതും കഴിച്ചിട്ട് എങ്ങനെ പരിപാടി? ഞാൻ പറഞ്ഞു അതെന്താ പ്രശ്നം, നല്ല ഭക്ഷണമല്ലേ, ബിരിയാണി നല്ല ഭക്ഷണമല്ലേ, സലാത്തിനും പിന്നെ ദിക്കറിനൊക്കെ ബിരിയാണി തന്നെ കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ബിരിയാണിയോളം നല്ല ഭക്ഷണം നിങ്ങൾ വേറെ പറഞ്ഞു തരും. ഡോക്ടർമാർ പൈസ ഉണ്ടാക്കാൻ പറയണല്ലേ, ഞാനും 12 കൊല്ലമായിട്ട് അതിനല്ലേ പരിപാടി. ഡോക്ടർമാരിപ്പം പനി വന്നാൽ നല്ലോണം തിന്നുന്നല്ലേ ഇപ്പം പറയണത്. ഇപ്പോഴത്തെ ഡോക്ടർമാർ പനി വന്നാൽ നല്ലോണം തിന്നണമെന്നാണ് പറയാം. സത്യത്തിൽ പനി വന്നാൽ തിന്നാൻ പാടില്ലല്ലോ. രോഗികളെ നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിക്കരുത് മുഹമ്മദ് റസൂൽ. നിങ്ങളിലെ രോഗികളെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിപ്പിക്കാനോ നിങ്ങൾ നിർബന്ധിക്കരുത്. അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കുന്നു, അള്ളാഹു അവരെ വെള്ളം കുടിപ്പിക്കുന്നു. ഡോക്ടർമാരിപ്പോൾ എന്താ പറയണത്, നല്ലോണം തിന്നോളി, ഓൻ്റെ ഗുളിക ചിലവായിട്ടും എനിക്ക് കാരണം നേടിക്കണം. ഇത് വ്യാപകമാണ്. ഡോക്ടർമാരെ കഥ പറയാണ്ടിരിക്കണം നല്ലത്. മനസ്സിലായില്ലേ? സമൂഹത്തെ ഇത്രമേൽ രോഗികളാക്കിയത് അവരാണ്. നല്ല ഡോക്ടർമാരുണ്ട്, മനുഷ്യസ്നേഹികളായ, മനുഷ്യപ്പറ്റുള്ള അങ്ങേറ്റത്തെ സേവന മനസ്കതയുള്ള വിശാല ഹൃദയമുള്ള നല്ല നല്ല ഡോക്ടേഴ്സുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ കൂടുതലും ആളുകളിൽ ബിസിനസ്, അതിപ്പോൾ എല്ലാ രംഗത്തുണ്ട്. അതിലിപ്പോൾ ഡോക്ടർമാരെ മാത്രമൊന്നും വേണ്ട, എല്ലാ രംഗത്തുണ്ട് കച്ചവടക്കാണ്. പള്ളി എടുത്തിട്ട് കച്ചവടം, മക്കാമുണ്ടാക്കി കച്ചവടം ഉണ്ടാക്കണതാണ്. പിന്നെ അല്ലേ ഇപ്പോൾ ഡോക്ടർമാരെ പറയുന്നത്. പോട്ടെ. അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ ഡോക്ടർമാരല്ലല്ലോ ഫോളോ ചെയ്യേണ്ടത്, മുഹമ്മദ് റസൂൽ. നമ്മൾ സത്യത്തിൽ നമുക്കൊക്കെ ഈ നിറം കെട്ടുപോയതും മുഖം കെട്ടുപോയതും പ്രതാപം നഷ്ടപ്പെട്ടു പോയതും ഇസ്സത്തില്ലാണ്ട് ആയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ധമായി ഫോളോ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ധമായി അനുകരിക്കണം. അതിൽ ചോദ്യങ്ങളില്ല, അതിൽ ചോദ്യങ്ങളേ ഇല്ല. അന്ധമായി അനുകരിക്കണം. അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് വരണം. അപ്പോഴേ ഇസ്സത്ത് ഉണ്ടാവൂ, പ്രതാപം ഉണ്ടാവുള്ളൂ. ഖുർആൻ മാത്രമാണ് വഴികാട്ടി എന്നിടത്തേക്ക് നമ്മൾ എത്തണം. ഖുർആനും കൂടെ സയൻസ് എന്ന് പറഞ്ഞാൽ തീർന്നു. ഖുർആൻ മാത്രമാണ് എന്നിടത്തേക്കുള്ള മെൻറ്റാലിറ്റി വളരണം. ഖുർആൻ മാത്രമാണ് ശരി, ഖുർആൻ മാത്രമാണ് സത്യം, ഖുർആനെ മാത്രമേ ഫോളോ ചെയ്യും, ബാക്കിയൊക്കെയും പഴച്ചതാണെന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വരണം. അതിന് നമുക്ക് പറ്റണില്ല. നമ്മൾ പേതിപ്പുറം അപ്പുറമാണ്. രാജ്യത്ത് സെക്യുലറിസം ഉണ്ടായിക്കോട്ടെ. നാട്ടികബി മൂസ മുസ്ലിം റഹൂം അള്ളാഹു ഖബർ വിശാലമായി കൊടുക്കട്ടെ. ഞാൻ സെക്യുലർ അല്ല എന്ന് പറയാൻ പറ്റുന്ന ബോധം നമുക്ക് വേണം. ഞാൻ സെക്യുലർ അല്ല, ഞാൻ മതേതരനല്ല, ഞാൻ മതവിശ്വാസിയാണ്. പക്ഷെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ഞാൻ അംഗീകരിക്കാം, അത് രാജ്യത്തിൻ്റെ പാരമ്പര്യം. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ വല്ലാണ്ട് എന്താ പറയല് സെക്യുലറിസ്റ്റായി മാറുന്നു നമ്മൾ. അവിടെയാണ് പിഴ പറ്റിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തത്, ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ കാണുന്ന പരാജയത്തിൻ്റെ കാര്യമായി എനിക്ക് തോന്നിയത്, എൻ്റെ കണ്ടെത്തൽ പിന്നെ തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായം 100% ശരിയാണെന്ന് തന്നെ അഭിപ്രായത്തോടെ ഞാൻ പറയട്ടെ. നമുക്ക് മതത്തോട് താല്പര്യം കുറവാണ്, ദീനിനോട് താല്പര്യം കുറവാണ്, ഖുർആനിക ദർശനങ്ങളോട് താല്പര്യം കുറവാണ്, ഹദീസിനോട് താല്പര്യം കുറവാണ്, സുന്നത്തുകളോട് താല്പര്യം കുറവാണ്. നമ്മൾ അതിലേക്ക് വരുന്നില്ല, പോട്ടെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാഴ്ചപ്പാട്. അസ്ഹത്തു നിഅമത്തും മിനൽ ജന്ന. ആരോഗ്യമുള്ള ശരീരം എന്നത് സ്വർഗീയമായ അനുഗ്രഹത്തെ ആസ്വദിക്കുന്നവനാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ. രോഗമെന്ന് പറയുന്നത് അൽഹുമ്മ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ അവസ്ഥ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത എനർജി ശരീരത്തിൽ ഉണ്ടാവലാണ് രോഗം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവശ്യമില്ലാത്ത എനർജി, അതായത് ഇപ്പോൾ പാറ വെട്ടണ ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ട എനർജി ചുമ്മാ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ടല്ലോ, വേണ്ട. ഏറ്റവും കൂടുതൽ ഒരാൾക്ക് എനർജി ലോസ് ആവുന്നത് എങ്ങനെയാണ്? സംസാരത്തിലാണ്. ഒരാൾ ഏറ്റവും കൂടുതൽ രോഗിയാവുന്നത്, ശരീരം തളരുന്ന 6 കാര്യങ്ങൾ ലോകപ്രശസ്ത പണ്ഡിതൻ, ഹദീസ് പണ്ഡിതനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അതിബുൻ നബവി എന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറഞ്ഞത്, സംസാരമാണ് ഒരാളെ കൂടുതൽ രോഗിയാക്കുന്നത്. സംസാരം. നിങ്ങളൊക്കെ നാട്ടിൽ ഫോൺ വിളിച്ച് എപ്പോഴാ വെക്കുക? എന്തപ്പോൾ പറയാനുള്ള, എന്തൊക്കെയുണ്ട് അവിടെ, എന്തൊക്കെയുണ്ട് ഇവിടെ, ഇതന്നെ കൂടുതലും. പിന്നെന്തൊക്കെയാണ് എന്തോ ആയിക്കോട്ടെ, അതെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾ സന്തോഷം കിട്ടുന്ന പരിപാടിയൊന്നും ഒഴിവാക്കണ്ട. കുറച്ച് ദൂരെ വെച്ചാൽ മതി ഫോണ്, മനസ്സിലായില്ലേ?
കുറച്ച് ദൂരെ വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇതും കൂടി ഒഴിവാക്കി നമ്മളെ അവസ്ഥ എന്താണല്ലേ, ഈ ഒരു കണക്ഷനും കൂടി ഇല്ലെങ്കിൽ. ഓക്കെ, സംസാരം ഒരു 2 മണിക്കൂർ സംസാരിക്കുന്ന ഊർജം കൊണ്ട് 30 ദിവസം പാറ വെട്ടണ ജോലി ചെയ്യാമെന്ന അത്രയും ഊർജം ശാരീരികമായി നമുക്കില്ലാണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷെ ഊർജത്തെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയമില്ല. ശരീരത്തിൻ്റെ സ്വാഭാവിക ശക്തിയെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, സ്വാഭാവികമായ എനർജിയെ നിലനിർത്താൻ ആവശ്യമായ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം പ്രസംഗം നിർത്താണ്. നമ്മളിപ്പോൾ നീണ്ട പഠനത്തിനൊന്നും ഇരുന്നതല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഇതിൽ പ്രധാനമാണ് നിങ്ങൾക്ക് നന്നായി കിട്ടുന്ന പഴങ്ങൾ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഡെയിലി ഒരു അജുവയെങ്കിലും നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നം നിങ്ങളെ ഒരിക്കലും അലട്ടൂല. സമൂസൻ്റെ വിഷയം പറഞ്ഞു. സമൂസ നിങ്ങൾ ദിവസം ഓരോന്ന് കഴിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും കൊളസ്ട്രോൾ കൂടും ചെയ്യും. അതിൽ ഉള്ളിയാണുള്ളത്. പിന്നെ പ്രശ്നം മൈദ മാത്രമാണ് ഇല്ലേ? പിന്നെ എന്തായാലും പ്രശ്നമുള്ളത് എണ്ണ വിഷയം ആരാ പറഞ്ഞേ? നിങ്ങൾ എണ്ണ ചൂടായ പ്രശ്നം എന്നൊക്കെ ചുമ്മാ പറയണതാണ്. അതൊന്നും ശാസ്ത്രീയമായി ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അൺസയൻറ്റിഫിക് എവിഡൻസ്, അൺസയൻറ്റിഫിക് ടേംസ് ആണ് അതൊക്കെ. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാലങ്ങളോളം ഡയബറ്റോളജിസ്റ്റായ പ്രൊഫസർ MVI മമ്മി സാർ, ഇന്ന് കേരളത്തിൽ അയാളെ പോലെയൊന്നും മെഡിക്കൽ സയൻസ് പറയാൻ പറ്റുന്ന, പ്രമേഹ രോഗത്തിനൊന്നും പറയാൻ പറ്റുന്ന ഒരു പ്രഗത്ഭനില്ല. MVI മമ്മി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞല്ലോ എണ്ണയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ എങ്ങനെയാണ് സമൂഹത്തിലുണ്ടായത്. ആഴ്ചയിൽ 2 ദിവസം വിത്തൗട്ട് ഓയിൽ ഫുഡ് കഴിച്ചാൽ മതി. ആഴ്ചയിൽ 2 ദിവസം ശരീരത്തിൽ എണ്ണ ഉള്ളിൽ കടക്കാതിരുന്നാൽ മതി. ആഴ്ചയിൽ 5 ദിവസം എണ്ണയുള്ള ഫുഡ് കഴിക്കാം. ആഴ്ചയിൽ 2 ദിവസം എണ്ണയില്ലാത്ത ഭക്ഷണം ഉള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് പകരം 2 ദിവസം ശരീരമാസകലം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി. ഇതിനപ്പുറം വേറെ ആരാ സംസാരിക്കാനുള്ളത്? പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനപ്പുറം പറഞ്ഞു ഒരാളെ പേര് പറയുങ്ങൾ ആവർത്തിച്ച് ചൂടാക്കരുതെന്നേ ഉള്ളൂ. ഒരിക്കൽ ചൂടായി പിന്നെ തണിഞ്ഞു പിന്നെയും ചൂടാക്കരുത്. അതിപ്പം നിങ്ങൾ തല്ലാതിൽ വെച്ചു പിന്നെയും ചൂടാക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ്? മൈക്രോവേവ് ഓവനിൽ വെക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ്? ഞാനിപ്പോൾ ദുബായിൽ ഒരു ആവശ്യത്തിന് പോയി എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലെത്തി. അദ്ദേഹം രാത്രി വന്നു, ഞാൻ റൂമിലുണ്ട്. ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് കുബൂസ് എടുത്തു, പിന്നെ തല്ലാജിൽ നിന്ന് കറി എടുത്ത് ഇതിലൊഴിച്ചു, ഓവനിൽ വെച്ചു. അദ്ദേഹം കുളിക്കാൻ പോയി. വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചൂടുള്ള ഫുഡുണ്ടായി. എന്താ സംഭവിച്ചത്? ഇത് സ്ഥിരം രീതിയാണെങ്കിൽ അയാൾക്ക് വയറിന് ക്യാൻസർ വന്നില്ലെങ്കിൽ അയാൾ കറാമത്തുള്ള മനുഷ്യനല്ലേ? പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇത് സ്ഥിരം പരിപാടിയാണെങ്കിൽ അയാൾക്ക് ഉദരത്തിൽ ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ മഹാത്ഭുതമല്ലേ? ഭക്ഷണമല്ല രോഗം ഉണ്ടാക്കുന്നത്, കഴിക്കുന്ന ശൈലിയാണ് രോഗം ഉണ്ടാക്കുന്നത്. അതാണ് തിബ്ബുൻ നബിയുടെ അധ്യാപനം. ഭക്ഷണമല്ല രോഗം, കഴിക്കുന്ന ശൈലി. ഞാൻ എണ്ണ കഴിക്കുന്ന ആളാണ്. എനിക്ക് 40 വയസ്സിനടുത്തായി, 38 വയസ്സായി. കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വന്നിട്ടില്ല, ഷുഗർ പ്രശ്നമില്ല, യൂറിക് ആസിഡിൻ്റെ പ്രശ്നമില്ല, ഒന്നും വരാറില്ല. ഇറച്ചി കഴിക്കും, പൊരിച്ചത് കഴിക്കും, മീൻ കഴിക്കും, എല്ലാ സമയം. ഇപ്പോൾ പൊരിച്ചത് രാത്രി കഴിക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. പൊരിച്ച കഴിച്ചാൽ എന്താ പ്രശ്നം? 3 മണിക്ക് ശേഷം പൊരിച്ച ഭക്ഷണത്തിന് നമ്മുടെ ശരീരം പാകമല്ല. പകലിൻ്റെ 3 മണിക്ക് ശേഷം നമ്മുടെ ശരീരത്തിന് പൊരിച്ച ഭക്ഷണം പാകൽ. ഇന്നിപ്പോൾ ഞാൻ നമ്മളെ ഉമർ ഇരിപ്പാൻ പറഞ്ഞത് പോയി നല്ല പൊരിച്ച കോഴി, ഞാൻ പറഞ്ഞു നല്ല തന്നെ റാഹത്തായി, ശബ്ദം നല്ലോണം കിട്ടും കോഴിയിറച്ചി. പക്ഷേ ഇപ്പോൾ ബ്രോയിലർ പ്രശ്നമാണ്, അതിൽ സ്റ്റിറോയിഡ് കുത്തിവെച്ച കോഴിയൊക്കെയാണ് പ്രശ്നമാണ്. കഴിക്കുന്ന ശൈലി. പക്ഷെ ആ ഒരു പ്രശ്നത്തെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത്. നമ്മുടെ വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന